മുൻനിര താരങ്ങളല്ലാഞ്ഞിട്ട് കൂടി പ്രേക്ഷക മനസ്സുകളിൽ എക്കാലത്തും മായാതെ നിലനിൽക്കുന്ന ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് മോളിവുഡ്. തനതായ അഭിനയ ശൈലി കൊണ്ട് തങ്ങൾക്ക് കിട്ടിയിരുന്ന കഥാപാത്രങ്ങളെയെല്ലാം അനശ്വരമാക്കാൻ ഇവർക്കുണ്ടായിരുന്ന കഴിവ് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. തിക്രൂശി, കുതിരവട്ടം പപ്പു, ശങ്കരാടി, ജഗതി, മാള, ഫിലോമിന, സുകുമാരി, കൽപ്പന, ഇന്നസെൻ്റ്, KPC ലളിത, അങ്ങനെ ലിസ്റ്റുകൾ നീണ്ടുപോകും. ഈ പറഞ്ഞ പ്രതിഭകളെല്ലാവരും തന്നെ തങ്ങളുടേതായ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചിട്ടുള്ളവരാണ്. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു കലാകാരനുണ്ട്. മണ്ണിൻ്റെ മണമുള്ള കലാകാരൻ. വടക്കാഞ്ചേരി എങ്കക്കാട്ട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോൻ, പാറുക്കുട്ടിയമ്മ എന്നിവരുടെ മകനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒരു കാലഘട്ടം വരെ മലയാള സിനിമയിൽ ഒടുവിലിൻ്റെ സ്ഥാനം ഒഴിച്ചുകൂടാനാവില്ലായിരുന്നു. ദേവാസുരത്തിലെ പെരുങ്ങോടൻ, സന്ദേശത്തിലെ അച്യുതൻ നായർ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ അപ്പുണ്ണി നായർ, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിലെ മുൻഷി പരമേശ്വരൻ പിള്ള, പറക്കന്തളികയിലെ ശ്രീധര കൈമൾ എന്നിങ്ങനെ അദ്ദേഹം ചെയ്തു ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. സത്യനന്ദിക്കാട് സിനിമകളിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന നടനോട് ആരാധനയ്ക്കുമപ്പുറം തങ്ങളിൽ ഒരാളായി കണ്ട് സ്നേഹിക്കാൻ കാരണമായി മാറി. MTയുടെ സംവിധാനത്തിൽ ഇദ്ദേഹം അഭിനയിച്ച് 2000-ൽ പുറത്തിറങ്ങിയ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു ബെഞ്ച് മാർക്കാണെന്ന് തന്നെ പറയാം. പ്രകൃതിയുമായുള്ള തീവ്രമായ ബന്ധവും മരണത്തിനതീതമായി നിൽക്കുന്ന പ്രണയത്തെയും പറഞ്ഞു പോകുന്ന ഈ സിനിമയ്ക്ക് ഒട്ടനേകം പുരസ്കാരങ്ങൾ ലഭിക്കുകയും 2000-ൽ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിൻ്റെ പ്രത്യേക പരാമർശവും ലഭിച്ചിരുന്നു. 9ാം ക്ലാസ് NCERT മലയാളം പാഠപുസ്തകത്തിൽ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ പാഠ്യവിഷയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനേതാവ് എന്നതിലുപരി ഒടുവിലുണ്ണികൃഷ്ണൻ മികച്ച ഒരു പ്രാസംഗികൻ കൂടിയായിരുന്നു. ചെറുപ്പകാലങ്ങളിലുണ്ടായിരുന്ന സംഗീതത്തോടുള്ള പ്രിയം കർണാട്ടിക് സംഗീതം അഭ്യസിക്കാൻ പ്രചോദനമായി. കലാമണ്ഡലം വാസുദേവ പണിക്കരായിരുന്നു ഗുരു. അതിനോടൊപ്പം മൃദംഗം, തബല എന്നീ വാദ്യോപകരണങ്ങളിലും അദ്ദേഹം പരിശീലനം നേടി അനേകം ഓർക്കസ്ട്രകളിൽ പെർക്കഷനിസ്റ്റായി ജോലി ചെയ്തിട്ടുമുണ്ട്. മലയാളത്തിൽ എണ്ണം പറഞ്ഞ മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒടുവിലുണ്ണികൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 18 വർഷം. 2006 മെയ് 27-ാം തീയതി ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കായി ബാക്കി വെച്ചത് ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ഈ കഥാപാത്രങ്ങളിലൂടെ ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന മഹാപ്രതിഭ, മലയാളത്തിൻ്റെ മഹാനടൻ ജനമനസ്സുകളിൽ ജീവിക്കുന്നു.